ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റുകളിലേക്ക് പോകാം. അപ്പം നമ്മുടെ ലൈവില് ആദിലയും നൂറയും അനുമോളും കൂടെ സംസാരിച്ചിരിക്കുകയാണ്. ആദിലയ്ക്കും നൂറയ്ക്കും അനുമോളോടുള്ള ദേഷ്യം ഒന്നും മാറിയിട്ടില്ല. സംസാരിക്കാൻ മാത്രം വരുന്നുണ്ട്. അനുമോളാണ് ഇത്തവണ അവരോട് പോയി സംസാരിച്ചത്. എന്തായാലും നമുക്ക് വീഡിയോയിൽ വിശദമായി നോക്കാം. ഇവരുടെ സംസാരത്തിനിടയിൽ നൂറ അനുവിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എല്ലാവർക്കും ഇവിടെ തുല്യമായി കൊടുക്കുന്ന ആളാണ് എന്നല്ലേ പറയാറ്, എന്നിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് അന്ന് ചായ കിട്ടാതെ പോയത്? തുല്യമായിട്ട് തന്നെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് 10 പേര് ഇവിടെയുണ്ട്, അങ്ങനെയുള്ള സ്ഥിതിക്ക് 10 പേർക്കും തുല്യമായി തന്നെ ഷെയർ ചെയ്ത് കൊടുക്കണ്ടേ? നീ നിന്റെ ഫേവറേറ്റ്സിന് മാത്രമാണ് തുല്യമായി ചായ വീതിച്ചു കൊടുത്തത്. അനീഷേട്ടനും ഷാനവാസിക്കുമാണ് നീ ആദ്യം തന്നെ ഷെയർ ചെയ്ത് കൊടുത്തത്. അപ്പൊ എവിടെയാണ് ഇതിൽ തുല്യതയുള്ളത്? നൂറ ഇങ്ങനെ ചോദിച്ച സമയത്ത് നമ്മുടെ അനുമോള് തിരിച്ചൊന്നും പറയുന്നൊന്നുമില്ല. പിന്നെ ആദിലയുടെ ഊയമായി. അങ്ങനെ ആദില ചോദിക്കുന്നുണ്ട്, നീ ആരാ, അടുക്കളയത്തെ ദേവതയോ? നീ ഇല്ലെങ്കിലും ഇവിടെ പണി നടക്കും. ഇവിടെ ബാക്കിയുള്ളവർക്കും അറിയാം ഇത് നിന്റെ വീട് മാത്രമല്ല എന്ന്. ഇത് എല്ലാവരുടെയും കൂടെ വീടാണല്ലോ. ഞങ്ങൾക്കൊക്കെ പണി അറിയാം. നീ ഇല്ല എന്ന് കരുതി അടുക്കള അങ്ങനെ അനാദിയായൊന്നും പോകൂല. ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും ബിഗ് ബോസിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും കൂടെയാണിത്. അങ്ങനെയുള്ള സ്ഥിതിക്ക് ഇവിടെയുള്ള എല്ലാ വസ്തുക്കളിലും എല്ലാവർക്കും അവകാശമുണ്ട്. അങ്ങനെയാണെങ്കിൽ നീ എന്തിനാണ് ആരോടും ചോദിക്കാതെ കടലമാവ് എടുത്ത് ഉപയോഗിച്ചത്? അതുപോലെ തന്നെ നീ പലർക്കും അങ്ങനെ നിന്റെ ഫേവറേറ്റ്സിന് സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് അക്ബറിന് പാല് കൊടുത്തല്ലോ നീ. അപ്പൊ നമ്മുടെ അനുമോള് തിരിച്ചും പറയുന്നുണ്ട്, പാലല്ല കൊടുത്തത്, പിരിഞ്ഞ കേടുവന്ന പാലാണ് കൊടുത്തത്. അതിലെന്താണ് ഇത്ര തെറ്റുള്ളത് എന്ന് അനുമോളും ചോദിക്കുന്നുണ്ട്. എന്തായാലും ആദിലയും അതുപോലെ തന്നെ നൂറയും അനുമോളെ വല്ലാണ്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. മൂവരും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ഇതെന്ത് പറ്റിയെന്ന് വിശദമല്ല. എന്തായാലും പുതിയ ഗെയിം സ്ട്രാറ്റജി ആയേക്കാം. ഗെയിമിന്റെ രീതിയൊക്കെ മാറ്റി പിടിച്ചു എന്നുണ്ടെങ്കിൽ പോലും ഇന്ന് മിഡ് വീക്ക് എവിക്ഷനിൽ എവിക്റ്റ് ആയി പോയത് നമ്മുടെ ആദിലയാണ്. ഇതിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? പറയാൻ മറക്കല്ലേ.